ബഗ്ദാദ് എന്ന് പറയുന്ന പട്ടണത്തില് കർഹ് എന്ന് പറയുന്ന നാട്ടുകാരനായ ഈമാനിന്റെ ഉടമയായ ഒരു അത്തർ കച്ചവടക്കാരൻ, ആ അത്തർ കച്ചവടക്കാരൻ തൻ്റെ ജീവിതത്തിൽ വലിയ കടബാധ്യത വന്നുകൊണ്ട് ബുദ്ധിമുട്ടുന്നു. ആ ബുദ്ധിമുട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തൻ്റെ വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ കടക്കാരുണ്ടാകും. എങ്ങനെയാണ് അവരുടെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നത് എന്ന് ലജ്ജിച്ചുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം വന്നപ്പോൾ പതിവ് പോലെ ഈ മനുഷ്യൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുന്നു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിനെ തവസ്സുലാക്കി കരങ്ങൾ ഉയർത്തുകയാണ്. അല്ലാഹുവേ, റസൂലുള്ളാഹിനെ കൊണ്ട് എൻ്റെ കടങ്ങളൊന്ന് വീട്ടിത്തരണമല്ലാ, റസൂലുള്ളാഹിനെ കൊണ്ട് എൻ്റെ കടങ്ങളൊന്ന് വീട്ടിത്തരണമല്ലാ. ഇതിങ്ങനെ ദുആ ചെയ്ത് ആ മനുഷ്യൻ അറിയാതെ ഉറങ്ങിപ്പോകുന്നു. ആ ഉറക്കം സാധാരണ ഒരു ഉറക്കമല്ല കേട്ടോ. ഇന്നേ വരെ ആ മനുഷ്യൻ അതുപോലെയൊന്നും ഉറങ്ങിയിട്ടില്ല. ആ ഉറക്കിൽ നിന്ന് ഒരിക്കലും എഴുന്നേൽക്കരുത് എന്ന് ആ മനുഷ്യൻ ആഗ്രഹിച്ചു പോയ ഉറക്കമാണ്. ലോകം മുഴുവനും ആ മനുഷ്യന്റെ മുന്നിലേക്ക് വന്ന അസുലഭമായ ഒരു ഉറക്ക്. അതേ, ആ ഉറക്കത്തിൽ ലോകത്തിന്റെ നേതാവ് വരികയാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരു അത്തർ കച്ചവടക്കാരന്റെ ഉറക്കത്തിലേക്ക് ലോകത്തിന്റെ നേതാവ് കടന്നു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്നു. എന്നിട്ട് ഹബീബായ തങ്ങൾ ആ മനുഷ്യനോട് പറയുകയാണ്, ഉഖ്സദ് അലി ഇബ്നു ഈസാ, ഈ രാജ്യത്തെ ഭരണാധികാരിയായ മന്ത്രിയായ അലി ഇബ്നു ഈസാ എന്ന് പറയുന്ന മനുഷ്യന്റെ അടുക്കലും നിങ്ങൾ ചെല്ലണേ. فقد أمرته أن يدفع ذلك 400 دينار، أن يدفع لك 400 دينار. ആ അലി ഇബ്നു ഈസ എന്ന് പറയുന്ന ഭരണാധികാരിയോട്, മന്ത്രിയോട്, നിങ്ങൾക്ക് 400 ദീനാർ നൽകാൻ ഞാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ 400 ദീനാർ എടുത്തുകൊണ്ട് നിങ്ങളുടെ വിഷയങ്ങളെല്ലാം നിങ്ങൾ തീർക്കണേ. ഈ കടങ്ങളിൽ നിന്ന് നിങ്ങൾ മോചിതനാവണേ. നിങ്ങൾ എന്നെ മഹബത്ത് വെച്ച് എന്നെ വസീലയാക്കി നിങ്ങൾ അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിയതല്ലേ, ആ നിങ്ങളെ ഒരിക്കലും തന്നെ അള്ളാഹു തട്ടുകയില്ല കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലി ഇബ്നു ഈസയുടെ അടുക്കലേക്ക് ലോകത്തിന്റെ നേതാവ് ഈ അത്തർ കച്ചവടക്കാരനെ പറഞ്ഞയക്കുന്നു. അദ്ദേഹം അങ്ങനെ ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് നേരെ അലി ഇബ്നു ഈസയുടെ ദർബാറിലേക്ക് പോകുന്നു. ആ സമയത്ത് ഈ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് 600 ദീനാർ കടമുണ്ടായിരുന്നു. 600 ദീനാർ എനിക്ക് കടമുണ്ട്. ആ 600 ദീനാർ കടമുള്ളതിൽ 400 ദീനാർ എനിക്ക് തരാൻ വേണ്ടിയിട്ടാണ് ഹബീബായ തങ്ങൾ കൽപ്പിച്ചത്. അങ്ങനെ തങ്ങളുടെ കൽപ്പന മാനിച്ചുകൊണ്ട് മന്ത്രിയായ അലി ഇബ്നു ഈസയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. പക്ഷെ അദ്ദേഹം വലിയ മന്ത്രിയാണല്ലോ, അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അങ്ങനെ കയറി ചെല്ലാനൊന്നും പറ്റുകയില്ലല്ലോ. അദ്ദേഹത്തെ കാണാൻ കഴിയാൻ എനിക്ക് കഴിഞ്ഞില്ല. ഉള്ളിലോട്ട് കയറട്ടെ എന്ന് ചോദിച്ച സമയത്ത് ഉള്ളിലേക്കുള്ള പ്രവേശനത്തിനുള്ള അനുമതി എനിക്ക് നിഷേധിച്ചു പോയി. അങ്ങനെ മന്ത്രിയെ കാണാതെ ഞാൻ കൊട്ടാരത്തിന്റെ പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കുന്ന സമയത്ത്
എൻ്റെ പരിചയക്കാരനായ ഷാഫിഈ എന്നു പേരുള്ള എൻ്റെ സുഹൃത്ത് അവിടേക്ക് വന്നു. ഈ മനുഷ്യൻ മന്ത്രിയുടെ സുഹൃത്താണ്, എൻ്റെയും സുഹൃത്താണ്. എന്നെ കണ്ടപാടെ ഈ ഷാഫിഈ എന്നോട് ചോദിച്ചു, എവിടെയാണ് നിങ്ങള്? അത്താഴ സമയം തൊട്ട് നിങ്ങളെ മന്ത്രി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. അത്താഴ സമയം തൊട്ട് എപ്പോഴാണ് നിങ്ങൾ വരുന്നത് എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനാണെങ്കിൽ നിങ്ങളുടെ കാര്യം മറന്നും പോയി. നിങ്ങൾ ഇവിടെ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ് കൂട്ടുകാരനായ ഷാഫിഈ ഈസ ബിൻ അലി എന്ന് പറയുന്ന മന്ത്രിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നുകൊണ്ട് ഇന്നാലിന്ന മനുഷ്യൻ വന്നിട്ടുണ്ട്, കർഹ് നാട്ടുകാരനായ അത്തർ കച്ചവടക്കാരൻ അങ്ങയെ കാണുന്നതിനു വേണ്ടി അങ്ങയുടെ കൊട്ടാരത്തിലേക്ക് വന്നിട്ടുണ്ടേ എന്ന് വിവരം കൊടുത്ത സമയമല്ല. ആ മന്ത്രി ഉടനെ തന്നെ ഈ മനുഷ്യനെ തൻ്റെ അടുക്കലേക്ക് വിളിക്കുന്നു. ആ വിവരം കിട്ടലോടുകൂടെ ഈ മനുഷ്യൻ നേരെ മന്ത്രിയുടെ അടുക്കലേക്ക് ചെല്ലുന്നു. മന്ത്രിയുടെ അടുക്കലേക്ക് ചെന്ന സമയമല്ല, ഉടനെ തന്നെ മന്ത്രി ചോദിച്ചു, എന്താണ് നിങ്ങളുടെ പേര്? ഇന്നതാണ് എൻ്റെ പേര്. ഏതാണ് നിങ്ങളുടെ നാട്? എൻ്റെ നാട് കർഹ് എന്ന് പറയുന്ന പ്രദേശമാണ്. ഇങ്ങനെ അറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ മന്ത്രിക്ക് മനസ്സിലായി, ഞാൻ ലക്ഷ്യം വെച്ച ഇയാള് തന്നെയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയുകയാണ്, നിങ്ങളോട് എനിക്ക് വലിയ സന്തോഷമുണ്ടേ, നിങ്ങൾ എന്നെ കാണാൻ വേണ്ടി വന്നല്ലോ. അല്ലാഹു നിങ്ങൾക്ക് വലിയ നന്മകൾ ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രിയായ മനുഷ്യൻ അവിടെയുള്ള ആളുകളോട് പറയുകയാണ്, ഞാൻ ഇന്നലത്തെ ദിവസം ഈ മനുഷ്യന് 400 ദീനാർ നൽകണം എന്ന് സ്വപ്നം കണ്ടിരുന്നു. ഇന്നലത്തെ ദിവസത്തിൽ ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വപ്നത്തിൽ വന്ന് ഈ മനുഷ്യന് 400 ദീനാർ കൊടുക്കണം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇത് കേട്ട സമയത്ത് അത്തർ കച്ചവടക്കാരനായ ഈ മനുഷ്യൻ തിരിച്ചു മറുപടി പറഞ്ഞു, അതെ, ഇന്നലത്തെ രാത്രി നിങ്ങളെ വന്ന് കാണണം എന്ന് റസൂലുള്ളാഹ് എന്നോടും പറഞ്ഞിട്ടുണ്ട്. രണ്ടാളുകളുടെ കണ്ണിങ്ങനെ നിറഞ്ഞൊലിക്കുന്നു. പരിസരമുള്ള ആളുകളും ഇത് കണ്ടുകൊണ്ട് അവരുടെ കണ്ണിൽ നിന്നിങ്ങനെ വെള്ളം വരികയാണ്. ഈ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞുപോയി, ഞാൻ ആരുമല്ല, പക്ഷെ നിങ്ങൾ റസൂലുള്ളാഹിനോട് മഹബ്ബത്തുള്ള മനുഷ്യനാണ്. നിങ്ങൾ റസൂലുള്ളാഹിനോട് സങ്കടം പറഞ്ഞപ്പോൾ അത് കാരണം ഹബീബന്റെ സ്വപ്നത്തിൽ വന്നുവല്ലോ. എന്നിട്ട് അവിടെയുള്ള സേവകരോട് 1000 ദീനാർ കൊണ്ടുവരാൻ കൽപ്പിക്കുന്നു. 1000 ദീനാർ കൊണ്ടുവരാൻ കൽപ്പിക്കുന്നു. അതിൽ നിന്ന് 400 ദീനാർ എടുത്തുകൊണ്ട് ഇതാ ഹബീബായ തങ്ങൾ നിങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞ 400 ദീനാറാണ്. ഇതൊന്ന് സ്വീകരിക്കണേ. ഈ മനുഷ്യൻ 2 കരങ്ങളും നീട്ടി അത് സ്വീകരിക്കുന്നു. പോകാൻ നേരത്ത് പറയുന്നു, പോകല്ലേ, ഇതായി 600 ദീനാർ കൂടി നിങ്ങൾ സ്വീകരിക്കണം. ഇതുകൂടി നിങ്ങൾ സ്വീകരിച്ചിട്ടേ നിങ്ങൾ ഇവിടെ നിന്ന് പോകാവൂ. ഈ സമയത്ത് ഈ അത്തർ കച്ചവടക്കാരനായ മനുഷ്യൻ 400 ദീനാർ കൊണ്ട് അദ്ദേഹത്തിന്റെ കടങ്ങൾ തീരാൻ പോകുന്നില്ല. അദ്ദേഹത്തിന് ഇനിയും പണത്തിന്റെ ആവശ്യമുണ്ട്. ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിങ്ങൾ നൽകുന്ന 600 ദീനാർ വേണ്ട, എനിക്കെന്റെ റസൂലുള്ള പറഞ്ഞ 400 ദീനാർ മതി. ഈ സമയത്ത് മന്ത്രിയായ ഈ മനുഷ്യൻ തന്റെ നാട്ടിലെ പ്രജയായ അത്തർ കച്ചവടക്കാരന്റെ മുന്നിൽ നിന്നുകൊണ്ട് കെഞ്ചുകയാണ്, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ 600 ദീനാർ ഒന്ന് മേടിക്കണേ, മറ്റൊന്നിനും വേണ്ടിയല്ല.
സാധുവായ എനിക്ക് റസൂലുള്ളാഹിനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് നിങ്ങൾ കാരണമാണ്. നിങ്ങൾ കാരണമാണ് എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ സന്തോഷത്തിന്റെ പേരിൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇതെന്റെ സമ്മാനമാണ്, എന്റെ സമാധാനത്തിനാണ്. ഇത് സ്വീകരിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് പോകല്ലേ. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് പരിഗണിക്കണേ. ഇതങ്ങ് പറഞ്ഞ് കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ഈ മനുഷ്യൻ പറഞ്ഞപ്പോൾ ഈ ദരിദ്രനായ അത്തർ കച്ചവടക്കാരനായ മനുഷ്യൻ വീണ്ടും പറയുന്നു, എനിക്കും നിങ്ങൾ നൽകിയ 600 ദീനാറ് സ്വീകരിക്കാൻ കഴിയൂല. കാരണം ഇന്നലെ തങ്ങൾ വന്ന് പറഞ്ഞത് 400 ദീനാറല്ലേ. ആ 400 ദീനാറിനേക്കാൾ എങ്ങനെയാണ് തങ്ങളുടെ വാക്ക് മറികടന്നുകൊണ്ട് 1 ദീനാറ് ഞാൻ അധികം നേടിക്കുന്നത്? നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. എനിക്ക് തങ്ങൾ നൽകിയ 400 ദീനാറിൽ റഹ്മത്തും ബറക്കത്തും ഉണ്ടാകും. അതിൻ്റെ അപ്പുറത്തുള്ള ഒരു സമ്പത്തിലുള്ള ഒരു പണവും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ 600 ദീനാറ് ഈ മനുഷ്യൻ സ്നേഹത്തോടെ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കുകയാണ്. ഈ മനുഷ്യന്റെ പ്രണയത്തിന്റെ ആർദ്രത കണ്ടുകൊണ്ട് എത്രയാണ് ഈ മനുഷ്യന് റസൂലുള്ളാഹിനോടുള്ള മഹബത്ത് എന്ന് കണ്ടുകൊണ്ട് അലി ഇബ്നു ഈസ എന്ന് പറയുന്ന ഭരണാധികാരി മന്ത്രിയും അദ്ദേഹത്തിന്റെ സേവകരും ആശ്ചര്യപ്പെട്ടു പോയി. പണത്തിന് ആവശ്യമുണ്ടായിട്ടും റസൂലുള്ള പറഞ്ഞതിനേക്കാൾ ഒരു തുള്ളി പോലും എനിക്ക് കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞ ഈ മനുഷ്യന്റെ മഹബത്ത് എത്രയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ ചെയ്തതെന്തെന്നറിയോ? 600 ദീനാർ അവിടെ വെച്ചുകൊണ്ട് 400 ദീനാറ് കൊണ്ട് തിരിച്ചു വരുന്നു. അതിൽ നിന്ന് കുറച്ച് പണം എടുത്തുകൊണ്ട് പെട്ടെന്ന് വീട്ടാനുള്ള കടങ്ങളെല്ലാം വീട്ടുന്നു. എന്നിട്ട് അവശേഷിക്കുന്ന പണം കൊണ്ട് ഒരു കട തുറക്കുകയാണ്. ഒരു വ്യവസായത്തിന് അനുയോജ്യമായ കട തുറക്കുന്നു. ആ കടക്ക് വലിയ ബറക്കത്ത് ലഭിച്ചേ. കാരണം ആ കട എന്ന് പറയുന്നത് സാധാരണ കടയല്ലല്ലോ. അതിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തതാരാണ്? റസൂലുള്ളയാണ്. അതിൽ നിക്ഷേപിക്കേണ്ട പണം കൊടുത്തത് ഹബീബായ തങ്ങളാണല്ലോ. അതുകൊണ്ട് ആ കടയങ്ങ് വളർന്നുപോയി. അത് ഹറാമിൽ നിന്ന് വന്ന കടയല്ല, ലോണിൽ നിന്ന് തുടങ്ങിയ ബിസിനസ് അല്ല. അനുരാഗിയുടെ ഹൃത്തടങ്ങൾ അനുരാഗം കൊണ്ട് മുളപൊട്ടിയപ്പോൾ തന്റെ പ്രേമഭാജനമായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനസ്സറിഞ്ഞുകൊണ്ട് കൊടുത്ത പണത്തിൽ നിന്ന് ദീനാറിൽ നിന്ന് തുടങ്ങിയ പണമാണ്. അങ്ങനെ 1 വർഷം കഴിഞ്ഞപ്പോഴേക്ക് ആ മനുഷ്യന്റെ കയ്യിൽ 1000 ദീനാറ് ലഭിച്ചു. ലാഭമായിട്ട് 1000 ദീനാറ് തന്റെ ബിസിനസ്സിൽ നിന്ന് ലഭിക്കുകയാണ്. അതിൽ നിന്ന് അവശേഷിക്കുന്ന എല്ലാ കടങ്ങളും വീട്ടി. ഇനി ഒരു 5 പൈസയുടെ കടം പോലുമില്ല. അവശേഷിക്കുന്ന പണം അദ്ദേഹം സൂക്ഷിച്ചു വെക്കുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ പറഞ്ഞതെന്താണ്? ഫമാ ഹല്ല അലിയൽ ഹൗല ഇല്ലാ വമഇ 1000 ദീനാർ ഫഖളൈതു മിൻഹാ ബഅദു ദൈനി വമാ സാല മാലി യസീദു വഹാലി തസ്ലിഹു വദാലിക ബിഇനായതി റസൂലില്ലാഹ്. റസൂലുള്ളാഹിന്റെ സഹായം കൊണ്ട്, ഹബീബായ തങ്ങളുടെ കരുണ കൊണ്ട്, കൃപ കൊണ്ട് എൻ്റെ കടങ്ങൾ വീടി. എൻ്റെ കഷ്ടപ്പാടുകളെല്ലാം നീങ്ങിപ്പോയി. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന മുഅ്മിനീങ്ങളെ, നമുക്കെല്ലാ സമയത്തുമുള്ള അഭയം റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഹബീബായ തങ്ങളെല്ലാ സമയത്തും നമുക്ക് പ്രതീക്ഷയാണ്. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു
ലീകുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. മഹാനായ ബൂസുരി ഇമാം എഴുതി വെച്ച വരിയാണ്, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലീകുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹമീ. ഈ ദുനിയാവിലായിക്കോട്ടെ നാളെ ആഖിറത്തിലായിക്കോട്ടെ, എപ്പോഴാണോ നമ്മൾ ഇടറുന്നത്, എപ്പോഴാണോ നമ്മൾ പ്രയാസപ്പെടുന്നത്, ആ സമയത്ത് ആ പ്രയാസത്തിൽ നിന്ന് നമ്മളെ കരകയറ്റാനുള്ള വഴിയാണ് സയ്യിദുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലായിക്കോട്ടെ ആഖിറത്തിലായിക്കോട്ടെ പ്രയാസത്തിന്റെ സമയത്ത് രക്ഷപ്പെടാനുള്ള വഴിയാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം ഗുണപാഠങ്ങളുടെ ചരിത്രം. ഒരാളുടെ മുന്നിൽ കൈ നീട്ടാൻ പോയില്ല, റസൂലുള്ളാഹിനെ തവസ്സുലാക്കി. അപ്പം മിൻ ഹൈസു ലാ യഹ്തസിബ്, എവിടെ നിന്നാണ് എന്ന് പ്രതീക്ഷിക്കാതെ ആ സമ്പത്ത് കയ്യിൽ വന്നു. ആ മനുഷ്യനിൽ ഒരുപാട് കാര്യം പഠിക്കാനുണ്ട്. 400 ദീനാറ് കിട്ടിയാൽ അയാളുടെ കടം തീരൂല, വീണ്ടും വേണം 200 ദീനാറ് 600 ദീനാറ് കടമുണ്ട്. പക്ഷെ ആ മനുഷ്യൻ എന്താ ചെയ്തേ, അതെനിക്ക് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ 400-ലെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ, അതിൻ്റെ അപ്പുറത്തുള്ള 1 ദീനാറിൽ പോലും ബർക്കത്ത് ഉണ്ടാവില്ല, അതെനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ആ പൈസ വേണ്ട. അലി ഇബ്നു ഈസയോ മഹാനവറുകൾ ഇതിനെ കണ്ടത് ഈ മനുഷ്യൻ കാരണം എനിക്ക് റസൂലുള്ളാഹിനെ കാണാൻ പറ്റിയല്ലോ എന്നുള്ളതാണ്. ആ മനുഷ്യൻ മന്ത്രിയായ മനുഷ്യൻ ഈ മനുഷ്യനെ കണ്ടപ്പോൾ എഴുന്നേറ്റുന്നില്ലേ? എന്തേ കാര്യം? റസൂലുള്ളാഹിനെ കണ്ട മനുഷ്യരാണ് എന്നതാണ് പ്രത്യേകത. അതാണ് സയ്യിദന്മാരെ കാണുമ്പോൾ നമ്മൾ ബഹുമാനിക്കുന്നതാണ്.